നമസ്കാരം. മുഖ്യധാരാ മാധ്യമങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ദയവായി വാർത്തകൾ കൊടുക്കുമ്പോൾ ഒരു വശം മാത്രം നോക്കി കൊടുക്കാതെ മറുവശവും കൂടി സാധിക്കുമെങ്കിൽ പഠിച്ചിട്ട് കൊടുക്കണം. ഒരാൾ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ എതിർവിഭാഗത്തിന്റെ വാദഗതികളും പൊതുജനത്തെ അറിയിക്കാനുള്ള ബാധ്യത ഈ മാധ്യമങ്ങൾക്കുണ്ട്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ തൊടുപുഴയിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വിജിലൻസിൽ ഒരു പരാതി നൽകി. ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട അധിക വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി പുതുതായി ആരംഭിച്ച ടൂറിസം പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 112 കോടി രൂപയുടെ അഴിമതിയാണ് അയാൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിന്റെ മൊത്തം പ്രോജക്റ്റ് കോസ്റ്റാണ് 112 കോടി രൂപ. അത് മൊത്തം റോഷി വിഴുങ്ങിയെന്ന് പറയുമ്പോൾ ഒരു അസ്വാഭാവികതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. പരാതിക്കാരൻ പറയുന്നത് പൊതുവെ ഈ രീതിയിലുള്ള PPP പദ്ധതികളിൽ 30% ലാഭവിഹിതം സർക്കാരിന് ലഭിക്കുന്ന സമയത്ത് ഇവിടെ കേവലം 3.5% മാത്രമേ സർക്കാരിന് ലാഭവിഹിതമായി കിട്ടുന്നുള്ളൂ എന്നുവെന്നാണ്. അതാണ് പരാതി. അതിന് മറുപടിയായി റോഷി അഗസ്റ്റിൻ ചില ചാനലുകളുടെ മുന്നിൽ മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. ഈ ഇടപാടിൽ ലാഭവിഹിതമല്ല, മറിച്ച് മൊത്തം ദിവസേന ലഭിക്കുന്ന തുകയുടെ 3.5% ജലസേചന വകുപ്പിലേക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ലാഭവിഹിതവും വരുമാനത്തിന്റെ 3.5% തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. 1 കോടി രൂപ മുടക്കി ഒരു സ്ഥാപനം തുടങ്ങിയാൽ ആ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ആകെ വരുമാനം 50 ലക്ഷം രൂപയാണെന്ന് കരുതുക. ആ 50 ലക്ഷത്തിന്റെ സ്ഥാപനത്തിന്റെ വാർഷിക നടത്തിപ്പ് ചെലവ് ഇതൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന തുകയാണ് ലാഭം. സ്വാഭാവികമായും പലവിധ ചെലവുകൾ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപയെങ്കിലും ചെലവായി കണക്കിലുണ്ടാകും. ബാക്കി വരുന്ന തുക 5 ലക്ഷം രൂപയുടെ 30%മാണ് വർഷാവസാനം കണക്ക് ബോധിപ്പിച്ചതിന് ശേഷം ലാഭവിഹിതമായി സർക്കാരിന് ലഭിക്കുന്നത്. അതായത് 10 ലക്ഷത്തിന്റെ 30% 1.5 ലക്ഷം രൂപ. റോഷി പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപ ഒരു വർഷത്തിൽ മൊത്തം വരുമാനമുണ്ടെങ്കിൽ അതിന്റെ 3.5%, അതായത് 1,70,75,000 രൂപ അതാത് ദിവസ വരുമാനം അനുസരിച്ച് വകുപ്പിന്റെ അക്കൗണ്ടിലെത്തും. അതായത് പാടത്ത് പണി, വരമ്പത്ത് കൂലി. ഒരു വർഷം കഴിഞ്ഞ് 3 ലക്ഷം രൂപ കിട്ടുന്നിടത്ത് അതാത് ദിവസം തന്നെ സർക്കാർ വിഹിതം കയ്യിൽ കിട്ടുന്നു. ഇതാണ് ഇതിന്റെ മെച്ചം. കണക്ക് സാങ്കേതികമായതുകൊണ്ട് അതിലുള്ള ഏറ്റക്കുറച്ചിലുകളെ പറ്റി വിസ്തരിക്കുന്നില്ല. പകരം മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റ് എന്ന് പറയുന്നത് 30% ലാഭവിഹിതം കിട്ടേണ്ടത് 3.5% ലാഭവിഹിതം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നതാണ്. അതായത് 3.5% ലഭ്യമാകുന്നത് ലാഭവിഹിതമല്ല, മറിച്ച് വരുമാനത്തിന്റെ വിഹിതമാണ്. അത് ചിലപ്പോൾ കൂടിയിരിക്കും, ചിലപ്പോൾ കുറഞ്ഞെന്നുമിരിക്കും. പക്ഷെ ദിവസവും അത് ബാങ്കിൽ വരുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല 30 വർഷം കഴിയുമ്പോൾ ഇവർ പണം മുടക്കി പടുത്തുയർത്തിയ എല്ലാ സൗകര്യങ്ങളും സർക്കാരിലേക്ക് സൗജന്യമായി കിട്ടുകയും ചെയ്യും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും സംബന്ധിച്ചിടത്തോളം വിശാലമായ ഏരിയ അത് കൈവശമുള്ളപ്പോൾ അത് അന്യാധീനപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്നത് തന്നെ വലിയൊരു മുതൽ മുടക്കുള്ള പണിയാണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുമ്പോഴുള്ള ഗുണം ഈ വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോകാതെ മറ്റൊരു ചെലവിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നു. അതും സർക്കാരിന് മെച്ചമുള്ള കാര്യമാണ്. ആ ലാഭം ഇതിൽ ഉൾപ്പെടുന്നില്ലെന്ന് മാത്രം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുതുതായി പദ്ധതികൾ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് ഉണ്ടാവുന്ന ചെറുകിട കച്ചവടങ്ങളും വസ്തുവിന്റെ മൂല്യം ഉയരുന്നതടക്കമുള്ള കാര്യങ്ങളും നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് റോഷി അഗസ്റ്റിൻ പറയുന്നത് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അതായത് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്ന നിലപാടാണ് റോഷി അഗസ്റ്റിന് ഇതിലുള്ളത്. അത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പുതിയ മന്ത്രിസഭ വരുമ്പോൾ പഴയ മന്ത്രിസഭാ അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. ഈ വിഷയത്തിൽ റോഷിയോടൊപ്പം മുൻപ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ചില ഞാഞ്ഞൂലുകൾ വൈരാഗ്യ ബുദ്ധിയുമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നത് കൗതുകരമായ ഒരു കാര്യമാണ്. മുൻപ് റോഷിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാകാൻ ആഗ്രഹിച്ചിരുന്ന തൊടുപുഴക്കാരനായ ഒരു കേരള കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ പാർട്ടി വിട്ടുനിന്ന് നടത്തുന്ന സമരത്തിന്റെ ഭാഗം കൂടിയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. അതിലേറ്റവും വിചിത്രമായ കാര്യം, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം 30,000 രൂപ പാർട്ടി നിർദ്ദേശമനുസരിച്ച് ഇയാൾക്ക് മാസം തോറും നൽകിയിരുന്നു. ഇയാൾ കൈനീട്ടി വാങ്ങിച്ചിട്ടാണ് പാർട്ടിയോടും പാർട്ടി നേതാക്കന്മാരോടും ഈ കൂറ് പുലർത്തുന്നത്. അങ്ങനെയാണ് ഇയാൾ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ അതിൽ ബലിയാടാകുന്നത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണിയുടെ അറിവോടുകൂടിയാണ് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഇയാൾ തന്നെ പറഞ്ഞു നടക്കുന്നത്.
ജോസിനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുവാൻ ഈ വിമതൻ കാണിക്കുന്ന തന്ത്രമാണെന്നാണ് പാർട്ടിക്കാർ അടക്കം പറയുന്നത്. ഇതിനിടെ ഇടതുമുന്നണിയിൽ നിന്ന് UDFിലേക്ക് വരാൻ തടസ്സം നിന്നത് റോഷിയാണെന്ന കാരണത്താൽ രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു അന്വേഷണമാണ് ഇതെന്നും ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പട്ടരെ കടിച്ച പട്ടി ചെട്ടിയെ കടിക്കാതിരിക്കില്ല. മുൻപ് KM മാണിക്കെതിരെ ഒരടിസ്ഥാനവും ഇല്ലാതെ കേസെടുത്ത് അദ്ദേഹത്തിന്റെ മനസമാധാനം കെടുത്തിയ ചെന്നിത്തല അന്ന് മാണിസാറിന്റെ വലങ്കൈയായി നിന്ന് പൊരുതിയ റോഷിക്കിട്ടും പണി കൊടുക്കാതിരിക്കില്ല. മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നല്ല, റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.